ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെ ഞണ്ടിനെ പിടിക്കണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ദീപേട്ട വല ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. കൂട്ടുകാരെ, അതേ ദീപേട്ട വല ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇര ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ടൊരു ചെറിയ തോടുണ്ട്. ആ തോട്ടിൽ ഇടാനായിട്ടാണ് പോകുന്നത്. ഇപ്പം രാത്രിയാണ്. കോഴിയുടെ കുടലാണ് കേട്ടോ ഇടാൻ പോകുന്നത്. ഞാൻ വലയിലിട്ടിട്ടുണ്ട്. ഇങ്ങനെ കെട്ടി ഇടണം. ഇവിടെ വല കൊണ്ട് ഇടാൻ പോണേണ്. വെള്ളം കയറുന്ന അനുസരിച്ചാണ് നമുക്കിവിടെ ഞണ്ടും വല ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കൊണ്ടിടാം. നമുക്ക് വലയൊന്ന് പൊക്കി നോക്കാം. ഞണ്ടുണ്ടോയെന്നറിയില്ല. ഇല്ല കേട്ടോ, ഞണ്ടില്ല. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടില്ല ഞണ്ട്. നമ്മളിങ്ങനെ ഇടണം, പിന്നെ ഒന്ന് പൊക്കി നോക്കണം. ഇതിൻ്റെ ഉള്ളിൽ കല്ലങ്ങോട്ട് ഇട്ടേക്കണം. ഈ വല ഇങ്ങനെ താന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോഴത്തേനും വല ഇങ്ങനെ ഒഴുക്കുകൊണ്ട് ഒഴുകിപ്പോവും. ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇത്രയും ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നാളെ നമുക്ക് ഇത് കറി വെക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ നമ്മൾ വലതേ പൊക്കി നോക്കാൻ വേണ്ടാവോ? അതേ ഞണ്ടുണ്ട് 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 ആ ഞണ്ടുണ്ട്. അതെ ഞണ്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ വലയിട്ട് പിടിച്ച ഞണ്ട്. അമ്മ ഒടിക്കണേണ് കേട്ടോ. ഞങ്ങളുടെ കാലത്ത് ഒടിച്ചെടുക്കണേണ്. ഞണ്ടമ്മ നല്ലോണം കഴുകി വൃത്തിയാക്കണ്ട്. ഈ അഴുക്കൊക്കെ ഉണ്ടാവും സൈഡ് മേലൊക്കെ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി കഴുകിയിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണ്ടമ്മ. ഇത് ഞാൻ മുടിക്കാൻ പോകുന്നത് കാണാം. ഞണ്ട് അമ്മ ഞണ്ട് ഉണ്ടാക്കാനാണ് പോകുന്നത്. നമുക്ക് അറിയിക്കാനാണ് പറ്റുന്നത്. ഞണ്ടിൽ കൊഞ്ഞുണ്ട് കേട്ടോ. ഞണ്ടമ്മ എല്ലാം വൃത്തിയാക്കി ചട്ടിയിലിട്ടിട്ടുണ്ട്. ഇത് കൊഞ്ഞ് കണ്ട, ഇതിനാണ് ടേസ്റ്റ്. ായിട്ട് അമ്മ സവാളയും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയോട്ട് വെച്ച് അമ്മ അതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതിട്ട് ഉപ്പ് ഇട്ട് ഇങ്ങനെ അവിടെ നിന്ന് വേവട്ടെ. മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ അവിടെ നിന്ന് വേവട്ടെ. അത് കറി വെക്കാനായിട്ട് അമ്മ ചട്ടി അടുത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒഴിക്കണേ. വെളിച്ചെണ്ണ ഒഴിക്കണേ. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇടാം. ഇനി സവാള ഇടാം. സവാള നല്ലോണം വഴറ്റട്ടെ. സവാള വേഗം വഴന്നിട്ടാൽ നമ്മളൊരു ലേശം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കഴിഞ്ഞിട്ട്
സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ഇടാം. തക്കാളിയും ഇട്ട് നല്ലോണം അത് ഇളക്കട്ടെ. തക്കാളി നല്ലോണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊടികൾ ഇടാം. മുളക് പൊടിയിട്ട് മഞ്ഞൾപ്പൊടിയിട്ട് കുരുമുളക് പൊടി അത് ഇളക്കട്ടെ. ആദ്യം വേവിച്ച് വെച്ച ഞണ്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് അത് ഇതിലേക്ക് ഇടാം. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇപ്പോഴേ. ഇത് കുറച്ച് നേരം നമുക്ക് ഇത് നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അടച്ചു വെക്കാം. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കത്തിയിലേക്ക് അമ്മയുടെ ഞണ്ട് കറി റെഡി. ഞാൻ വേപ്പിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ.